ഓക്കെ യെസ് മക്കളെ നമുക്ക് ഹോംവർക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സാർ ക്വസ്റ്റ്യൻ പ്ലീസ്. The following data were obtained during the first order thermal decomposition of SO2 Cl2 at constant volume. Okay, രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ് അല്ല സോറി ടൈം 0 സെക്കൻഡ്സിൽ ടോട്ടൽ പ്രഷർ 0.4 ആണ്, 100 സെക്കൻഡ്സിൽ ടോട്ടൽ പ്രഷർ 0.7 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ് കാണണം. ലോഗ് കെയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇത് രണ്ട് രീതിയിലും സോൾവ് ചെയ്ത് തരാം. അതായത് നമ്മൾ പറഞ്ഞ കൺവെൻഷണൽ മെത്തേഡും ഷോർട്ട് കട്ട് അതായത് ഇക്വേഷൻ യൂസ് ചെയ്ത് സോൾവ് ചെയ്യുന്ന മെത്തേഡും രണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം സാർ. ക്വസ്റ്റ്യൻ കളയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് SO2Cl2 ഡീകമ്പോസസ് ടു ഫോം SO2 plus Cl2 ആണ്. ഓക്കെ, അറ്റ് ടൈം ഈക്വൽ ടു 0 T ഈക്വൽ ടു 0യിൽ പ്രഷർ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് PI തന്നെയായിരിക്കും. പ്രൊഡക്ട്സ് രണ്ടും ഇല്ല, അതുകൊണ്ട് അവിടെ എക്സെർട്ട് ചെയ്യുന്ന പ്രഷർ 0. ഓക്കെ, ദെൻ T ഈക്വൽ ടു 100 വരുമ്പോൾ ഓക്കെ എക്സെർട്ട് ചെയ്യുന്ന പ്രഷർ റിയാക്ടനിൽ എക്സെർട്ട് ചെയ്യുന്ന പ്രഷർ PI മൈനസ് എക്സ് ആയിരിക്കും. കോഎഫിഷ്യന്റ് 1 ആണ്, അതുകൊണ്ടാണ് PI മൈനസ് എക്സ്. SO2 എക്സെർട്ട് ചെയ്യുന്ന പ്രഷർ എക്സ്, ക്ലോറിനിൽ എക്സെർട്ട് ചെയ്യുന്ന പ്രഷർ എക്സ്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാൽ നമുക്ക് വേറെ കണ്ടീഷൻസ് ഒന്നുമില്ലല്ലോ അല്ലേ? ഓക്കെ, യെസ്, ഇത്രയേ ഉള്ളൂ, രണ്ട് കണ്ടീഷനേ ഉള്ളൂ. ഓക്കെ, കുറച്ചുകൂടെ സിമ്പിളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് PI കാണാം. ഓക്കെ, ദാറ്റ് ഈസ് അറ്റ് T ഈക്വൽ ടു 0 ടോട്ടൽ പ്രഷർ PT ഈസ് ഈക്വൽ ടു PI പ്ലസ് 0 അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.4 ആണ്. സോ അതിൽ നിന്ന് ഡയറക്റ്റ്ലി നമുക്ക് എഴുതാം PI ഈസ് ഈക്വൽ ടു 0.4 ആണ്. PIയുടെ വാല്യൂ കിട്ടി 0.4 ആണ്. ഓക്കെ, ഇനി അടുത്തത് അറ്റ് T ഈസ് ഈക്വൽ ടു 100 നമുക്ക് തന്നിട്ടുണ്ട് ടോട്ടൽ പ്രഷർ ദാറ്റ് ഈസ് PT ഈക്വൽ ടു എന്തായിരിക്കും? PI മൈനസ് എക്സ് പ്ലസ് എക്സ് എന്ന് വരും. അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.7 ആണ്. സോ നമുക്ക് മൈനസ് എക്സും പ്ലസ് എക്സും ക്യാൻസൽ ചെയ്യാം. സോ ദാറ്റ് ഈസ് PI പ്ലസ് എക്സ് ഈക്വൽ ടു 0.7. So PI is equal to 0.4 plus x equal to 0.7. So that is x is equal to 0.7 minus 0.4, that is equal to 0.3. Okay, x and value 0.3. Okay, then അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താ? K is equal to 2.303 by T log PI by PT ആണ്. PT എന്ന് പറഞ്ഞാൽ എന്തായിരുന്നുടാ? T എന്ന് പറയുന്ന T ഈക്വൽ ടു 100 വരുമ്പോൾ പ്രഷർ റിയാക്ടറിന്റെ മുകളിൽ എക്സെർട്ട് ചെയ്യുന്ന പ്രഷർ ദാറ്റ് വിൽ ബി PI മൈനസ് എക്സ്. ഓക്കെ, സോ ദാറ്റ് ഈസ് K ഈസ് ഈക്വൽ ടു T ഈക്വൽ ടു നമ്മൾ 100 ആണ് കൊടുക്കുന്നത്. സോ T എന്താ പറയുക 203 ബൈ T എന്ന് പറഞ്ഞാൽ 100 ലോഗ് PI എന്ന് പറഞ്ഞാൽ PI ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു, എത്രയാണ്? 0.4 ആണ്. ഡിവൈഡഡ് ബൈ PT എന്ന് പറഞ്ഞാൽ PI മൈനസ് എക്സ്. ഓക്കെ, so that is PT equal to PI minus x ആണ്. That is equal to PI എന്ന് പറഞ്ഞാൽ 0.4 minus 0.3, that is equal to 0.1. That is equal to 0.1. Okay, this is equal to 2.303 by 100 log 0.4 by 0.1 നമുക്ക് log 4 തന്നെ കൊടുക്കാം. ലോഗ് 4ന്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് വാല്യൂ ഞാൻ ഡയറക്റ്റ്ലി എഴുതുന്നുണ്ട്, മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. 1.386 ഇൻറ്റു 10⁻⁻² സെക്കൻഡ് ഇൻവേഴ്സ് ആണ് ആൻസർ. ഓക്കെ, യെസ്, ഇതാണ് ഞാൻ ക്ലാസ്സിൽ തന്ന മെത്തേഡ്. കുറച്ച് ലോങ് ആണ്, പക്ഷേ ഇത് പഠിക്കുന്നതാണ് നല്ലത്. ലൈക്ക് കോഎഫിഷ്യൻസ് ഡിഫറെൻറ്റ് വന്നാലും ഈ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ കോഎഫിഷ്യൻ്റ് 2 ആണെങ്കിൽ SO2Cl2ൻ്റെ കോഎഫിഷ്യൻ്റ് 2 ആണെങ്കിൽ ഒന്നുമില്ല, ഇവിടെ 2PI വരും. ഇവിടെ SO2ൻ്റെ കോഎഫിഷ്യൻ്റ് 3 ആണെങ്കിൽ ഇവിടെ 3x എന്ന് വരും. അത് മാത്രമേ വേരിയേഷൻ ഉണ്ടാവുള്ളൂ, വേറെ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. കോഎഫിഷ്യൻ്റ് അനുസരിച്ച് വാല്യൂസും മാറും. ഓക്കെ, ദെൻ ഇക്വേഷൻ വൈസ് എങ്ങനെയാണ് ചെയ്യുക എന്ന് ചോദിച്ചാൽ ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. നമുക്ക് ആ ക്വസ്റ്റ്യൻ നിന്ന് ഡയറക്റ്റ്ലി ചെയ്യാം. യെസ്, ഞാനത് മാറ്റുന്നുണ്ട്. ഓക്കെ, ഇക്വേഷൻ വൈസ് നമുക്ക് ഷോർട്ട് കട്ട് പോലെ സിംപ്ലി ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് K ഈസ് ഈക്വൽ ടു
K is equal to 2.303 by T log ഇക്വേഷൻ എന്ന് പറയുന്നത് PI minus 2PI minus PT. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ഇതിൽ PI എന്ന് പറയുന്നത് ടൈം 0 ആയിട്ടുള്ള പ്രഷറാണ്. ടൈം 0 ആയിട്ടിരിക്കുമ്പോൾ ഉള്ള ടോട്ടൽ പ്രഷറാണ് നമ്മുടെ PI. അതുപോലെ PT എന്ന് പറയുന്നത് ടോട്ടൽ പ്രഷറാണ് അറ്റ് ദ ടൈം T equal to 100. അത് നമുക്ക് 0.7 തന്നിട്ടുണ്ട്. ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. K is equal to 2.303 by 100 log PI, that is PI എന്ന് പറഞ്ഞാൽ 0.4 ആണ്. So 0.4 by 2 into PI, that is 2 into 0.4 minus 0.4. Okay, PT 0.4 അല്ലേ? അല്ലല്ല 0.7. Yes, ഇവിടെ 0.7. So that is K is equal to 2.303 by 100 log 0.4 by 2 into 0.4 എന്ന് പറഞ്ഞാൽ 0.8 വരും. 0.8 minus 0.7, 0.1 എന്ന് വരും. So this is equal to this one. So the answer will be same as that, right? Okay. So ഇത് ഷോർട്ട് കട്ട് ആണ്. ഷോർട്ട് കട്ട് ഇക്വേഷൻ പഠിച്ചു വെക്കുന്നെങ്കിൽ പഠിച്ചു വയ്ക്കാം. കോഎഫിഷ്യൻസ് ഈക്വൽ ആണെങ്കിൽ, ദാറ്റ് ഈസ് കോഎഫിഷ്യൻ്റ് 1 ആണെങ്കിൽ SO2 CL2 decomposes to form SO2 and CL2, right? Okay, അത്തരം ഇക്വേഷൻസ്, അതായത് കോഎഫിഷ്യൻസ് എല്ലാം 1 വരുന്ന ഇക്വേഷൻ ആണെങ്കിൽ we can go for this equation and we get the final answer. ഇവിടെ PI യും PT യും എന്ന് പറയുന്നത് ഇനീഷ്യൽ പ്രഷറും PT എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ടോട്ടൽ പ്രഷറുമാണ്. ഓക്കെ, താങ്ക് യു.